ഓവർ തിങ്കിങ് അത്ര പുതുമയുള്ള വാക്കൊന്നുമല്ല. ഇപ്പോൾ വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. പക്ഷെ പണ്ടൊന്നും ഈ വേർഡ് ഇത്രയും പോപ്പുലറായിട്ട് ആരും കേട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ ചിന്തകൾ പോലും നമുക്കൊരു ശാപമാണെന്ന് തോന്നുന്ന തരത്തിലുള്ള ചില പ്രയോഗങ്ങൾ അല്ലേ? ഓവർ തിങ്കിങ് ചുമ്മാ കുറച്ച് നേരം ചിന്തിക്കുമ്പോഴത്തേനും അത് ഓവർ തിങ്കിങ് ആണ്, ഇറ്റ്സ് എ പ്രോബ്ലം എന്ന രീതിക്കാണ് ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യണത്. ബട്ട് ചിന്തകളൊക്കെ നല്ലതാണെന്ന് ഇടയ്ക്ക് തോന്നാറുണ്ട്. ചിന്തകൾ ചിതലരിക്കും മുൻപേ ചിന്തിക്കുവാനുണ്ട് വാനോളം. ദ ഗ്രേറ്റ് പോയറ്റ് ഷമീമ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മുടെ ചിന്തകൾ നമുക്ക് പല സൊല്യൂഷൻസും തരാറുണ്ട്. എൻ്റെ ഇത്രയും കാലത്തെ ലൈഫ് എക്സ്പീരിയൻസ് വെച്ചിട്ട് എനിക്കിന്ന് വരെ ചിന്തിക്കാതിരിക്കാൻ പറ്റിയിട്ടില്ല. ചിന്തിച്ചാൽ എനിക്കപ്പോൾ പേടിയാണ്, ഓവർ തിങ്കിങ് ആയി പോകുമോ എന്നുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, എത്ര ഡിപ്രസ്ഡ് ആയിട്ടാണെങ്കിലും നല്ലപോലെ സമാധാനത്തിലിരുന്ന് ചിന്തിക്കുമ്പോൾ പലതിൻ്റെ സൊല്യൂഷൻസ് കിട്ടാറുണ്ട്. പലപ്പോഴും പല ലൂപ്പിൽ നിന്നും രക്ഷപ്പെടാൻ എന്നെ സഹായിച്ചിട്ടുള്ളത് നല്ല ചിന്തകളാണ്. മെയിൻ റോട്ടിൽ നിന്ന് വീട്ടിലേക്ക് അത്യാവശ്യം ദൂരമുണ്ട്. ചിന്തിച്ച് എൻ്റെ വഴിയുടെ ദൂരം ഞാൻ അറിയാറേ ഇല്ല. പെട്ടെന്ന് ഇവിടെ എത്തിപ്പെടാറുണ്ട്. കാലുകൾക്ക് ക്ഷീണം തോന്നാറുമില്ല. എത്തിക്കഴിഞ്ഞ ചെറിയ ക്ഷീണമൊക്കെ തോന്നും, പക്ഷെ സാരമില്ല. സോ എൻജോയ് യുവർ ഓവർ തിങ്കിങ്. ശരിക്കും പറഞ്ഞാൽ ആളുകളുടെ ബിസിനസ് സെൻസ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ തുടങ്ങി. കാരണം റേസേഴ്സ് അല്ലെങ്കിൽ ഫേഷ്യൽ ഹെയർ റിമൂവേഴ്സൊക്കെ വന്നപ്പോഴാണ് മുഖത്ത് 4 രോമങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു പോലും തുടങ്ങിയത്. അതേപോലെ തന്നെയാണ് ആളുകളുടെ പല സ്വഭാവങ്ങൾ പോലും. കാരണം പുതുമയുള്ള എന്തെങ്കിലും പറയുമ്പോഴാണ് അതിനൊരു മാർക്കറ്റ് വാല്യൂ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം ഇതൊരു പ്രശ്നമാണ്, ഇത് നിങ്ങൾ മാറ്റണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കാര്യത്തിന് കൗൺസിലിങ്ങോ മറ്റോ കൊടുക്കുമ്പോൾ അവർക്ക് കൂടുതൽ ഏൺ ചെയ്യാൻ പറ്റുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ചിന്തിക്കുക, എല്ലാത്തിൻ്റെ ഫാക്ട്സ് മനസ്സിലാക്കുക. ഇപ്പോൾ അടുത്ത് തന്നെ ഞാനൊരു ആഡ് കണ്ടത്, നോ യുവർ ക്യാൻസർ ആസ് സൂൺ ആസ് പോസിബിൾ. ഏതൊരു ക്യാൻസർ ഹോസ്പിറ്റലിൻ്റെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഹോസ്പിറ്റലിൻ്റെ പരസ്യമാണ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ക്യാൻസറൊക്കെ ആളുകൾക്ക് വന്ന് കിട്ടാൻ ചിലപ്പോൾ ഇവർ ആഗ്രഹിക്കുന്നുണ്ടാവും. കാരണം ഈ ഒരു അസുഖമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് ലാഭമാണ് കമ്പനിക്ക് കിട്ടുന്നത്. കമ്പനി എന്ന് തന്നെ പറയാൻ തോന്നുന്നുള്ളൂ. കാരണം ഹോസ്പിറ്റലിൽ നിന്നുള്ള ആതുര സേവനമൊന്നും ഇപ്പം ഇല്ല. ഓവർ തിങ്കിങ് എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ സ്റ്റക്കായി പോകുന്ന അവസ്ഥ എന്നാണ് പറയണത്. പക്ഷെ നന്നായി ചിന്തിക്കാൻ അറിയെങ്കിൽ സ്റ്റക്കായി പോകുന്നില്ല. എങ്ങനെയാണോ കയറിയത് ആ ലൂപ്പ് അഴിച്ചെടുക്കാനും നമുക്ക് പറ്റും. അത്ര തന്നെ.